സ്വര ഉച്ചാരണത്തോടുകൂടി മന്ത്രജപം നടത്തിക്കഴിഞ്ഞാൽ, അതായത് മന്ത്രം ജപിച്ച് പുനരുച്ചാരണം ചെയ്തിട്ടുള്ള ഒരു സാധകൻ മന്ത്രജപം നടത്തി തന്നാൽ അത് ഫലിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം യന്ത്രങ്ങൾ ദേഹത്ത് ധരിക്കുക, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യന്ത്രങ്ങൾ, മഹാസുദർശനാദി യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കാണ്. ഈ യന്ത്രങ്ങൾ തന്നെ വിപരീത ഫലത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോഴാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ സുദർശന യന്ത്രം തന്നെ മന്ത്രങ്ങളെ തിരിച്ച് പ്രതിലോപമായിട്ട് എഴുതി ശത്രുദോഷത്തിന് പറഞ്ഞതായ രീതികളിലൊക്കെ ചെയ്ത് യന്ത്രസ്ഥാപനം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജ്യോത്സ്യൻ്റെ പോയത് ശുദ്രദോഷം എന്ന് കാണും. കൂടുതലും ഭൂമി സംബന്ധമായ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അന്യൻ്റെ ഭൂമി ആഗ്രഹിക്കുന്നത് ആ കാര്യം ലഭിക്കാൻ, ഇല്ലെങ്കിൽ നമ്മളോട് ശത്രുതയുള്ളവരെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ, ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെടാതിരിക്കാൻ, ഇത്യാദി കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണമായിട്ട് ശത്രുദോഷങ്ങൾ ഇല്ലെങ്കിൽ ശുദ്രദോഷം വരാറ്. അപ്പം